അസ്സലാമലൈക്കും വറഹമത്തുള്ളാഹി വബറകാത്തു. വളരെ നിരാശയിലും വിഷമത്തിലുമാണ് ഷിഹാബ് സൈക്കോളജിസ്റ്റ് ഡോക്ടറെ കാണാനെത്തിയത്. അയാളെ മുഖഭാഗം കണ്ടപ്പോൾ തന്നെ ഡോക്ടർക്ക് കാര്യമൊന്നും മനസ്സിലായില്ല. എന്തു പറ്റി? നിങ്ങളാകെ തകർന്നു പോയിട്ടുണ്ടല്ലോ. അതിന് മാത്രം എന്താ ഉണ്ടായത്? നിങ്ങളെ മനസ്സിനെ പിടിച്ചിലെക്കുന്ന എന്തോ ഒരു സംഭവം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അത് നിങ്ങളുടെ മുഖഭാവത്തിലും കാണാൻ കഴിയുന്ന. എന്ത് പറ്റി ഷിയാബ്? ഡോക്ടറുടെ ചോദ്യം കേട്ട് ഷിയാബ് കണ്ണു നിറഞ്ഞുകൊണ്ട് തന്നെ അയാളെ ഒന്ന് നോക്കി. എന്ത് പറയണമെന്ന് ഷിയാബിന് അറിയില്ലായിരുന്നു. എവിടെ തുടങ്ങണമെന്നോ എങ്ങനെ അവസാനിപ്പിക്കണമോ ഒന്നും അറിയാത്തൊരവസ്ഥ. അങ്ങനെ ഷിയാബിന്റെ കയ്യിൽ തൊട്ടുകൊണ്ട് ഡോക്ടർ വീണ്ടും ചോദിച്ചു, എന്താണെങ്കിലും എന്നെ കാണാൻ വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ഉദ്ദേശം ഉണ്ടായിരുന്നല്ലോ. ആ ഉദ്ദേശം എന്നോട് പറയൂ. എങ്ങനെ ഡോക്ടർ പറയണമെന്ന് എനിക്കറിയില്ല. രണ്ടാളും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. അവരെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. പക്ഷേ എൻ്റെ മനസ്സിലെ ഭാരം ഒഴിയണമെങ്കിൽ ഡോക്ടറെ കണ്ട് പറഞ്ഞാൽ മാത്രമേ, അതിനുള്ളൊരു അവസ്ഥ ഉണ്ടാക്കിയാൽ മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ. എന്തായാലും നിങ്ങൾ പറയൂ. നിങ്ങളുടെ എന്ത് പ്രശ്നത്തിനും എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവും. അതെനിക്ക് നേടിത്തരാൻ പറ്റുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അങ്ങനെ ഡോക്ടർ ഷിയാബിൻ്റെ കൈപിടിച്ച് പറഞ്ഞപ്പോൾ വല്ലാത്തൊരു ആശ്വാസമായിരുന്നു. അങ്ങനെ ഷിയാബ് കണ്ണുകളടച്ചു കസേരയിലേക്ക് ചാരിയിരുന്നു. എന്തോ ഓർത്തെടുക്കുന്ന പോലെ ഡോക്ടർക്ക് തോന്നിയത്. അങ്ങനെ ഷിയാബ് വീണ്ടും പറഞ്ഞു, എൻ്റെ ഭാര്യ ഞാൻ ഒരുപാട് സ്നേഹിക്കുക. എൻ്റെ കുടുംബം, എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ഞാൻ മാത്രമേ ഉള്ളൂ ഒരാൺതരിയായിട്ട്. പിന്നെ 3 പെമ്മക്കളായിരുന്നു. അവരെ 3 പേരെയും അന്തസ്സോടുകൂടെ ഞാൻ തന്നെയാണ് വിവാഹം കഴിച്ചയച്ചത്. ഉപ്പയും ഞാനും കൂടെയാണ് ബിസിനസ് എല്ലാം നോക്കി നടക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. വേറെ ആൾ പാർട്ണർഷിപ്പിൽ പോലുമില്ല. എന്നെയും ഉപ്പയും കണ്ട പലരും ചോദിക്കുക, നിങ്ങൾ കൂട്ടുകാരാണോ അതോ ഏട്ടനനുജന്മാരാണോ എന്ന്. അങ്ങനെ എൻ്റെ ഉപ്പയെ കണ്ട ഒരു പ്രായം പോലും തോന്നില്ല. എൻ്റെ ഉപ്പയാണെന്ന് പറഞ്ഞറിയിക്കാൻ വേണം. എന്നാലോ ഉമ്മയ്ക്ക് ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ വല്ലാതെ പ്രായം തോന്നിക്കും. ഇപ്പോൾ ഡിസ്കിന് കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് തന്നെ ഉമ്മയ്ക്ക് വല്ലാതെ പുറത്തു പോകാൻ ഒന്നും നടക്കില്ലായിരുന്നു. എൻ്റെ വിവാഹപ്രായമായപ്പോൾ ഉപ്പയും ഉമ്മയും ആലോചിച്ച് ഒരു പെൺകുട്ടിയെ തന്നെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. ഇപ്പോൾ എനിക്കൊരു മോനുണ്ട്, 1 വയസ്സുള്ള മോനു. എന്താ ഉണ്ടായത്? പിന്നെ എന്താ നിങ്ങളുടെ ജീവിതത്തിൽ? നല്ല സന്തുഷ്ട കുടുംബമാണല്ലോ നിങ്ങൾ ഈ പറഞ്ഞു വരുമ്പോൾ എന്ന് ഡോക്ടർ പറയുമ്പോൾ, പറയാം ഡോക്ടറെ, സന്തോഷകരമായ ഒരു കുടുംബജീവിതം തന്നെയായിരുന്നു എൻ്റേത്. എല്ലാവരും കൊതിക്കുന്ന ആവശ്യത്തിന് പണവും സൗന്ദര്യവും വിദ്യാഭ്യാസവും ഒക്കെയുള്ള ഒരു പെണ്ണിനെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. അതെ, എൻ്റെ ലൈഫും അതേപോലെ തന്നെ ഉമ്മയ്ക്കും ഉപ്പയുടെയും പ്രിയപ്പെട്ട മകന് എല്ലാം കൊണ്ടും ഭാഗ്യവാൻ. പക്ഷേ ജീവിതത്തിൽ ഞാൻ തോറ്റുപോയി ഡോക്ടർ എന്ന് പറഞ്ഞ് കണ്ണുനീർ തുടക്കാണ്. അപ്പോഴും ഡോക്ടർ ഒന്നും തന്നെ വേണ്ടിയില്ല. വീണ്ടും ഷിയാബ് പറയാൻ തുടങ്ങുക, ഞാനും ഉപ്പയും കൂടെ ഒരുമിച്ചാണ് ഞങ്ങളുടെ ബിസിനസ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പുറത്തു പോവുകയും ചെയ്തിരുന്നത്. ഈടായിട്ട് ഉപ്പ പലപ്പോഴും പല കാരണങ്ങൾ പറഞ്ഞിട്ട് എൻ്റെ കൂടെ വരില്ലായിരുന്നു. എൻ്റെ ഭാര്യയെ കൂട്ടാമെന്ന് കരുതി അവളാണ് ഇതിനൊന്നും താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പലപ്പോഴും വീട്ടിലേക്ക് വരേണ്ട സമയമൊക്കെ വൈകിയാണ് ഞാൻ വീട്ടിലെത്താറ്. എന്നാൽ ഉപ്പ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നേരത്തെ വീട്ടിലെത്തുകയും ചെയ്യുമായിരുന്നു. എനിക്ക് രാത്രി 11 മണിക്ക് ശേഷം മാത്രമേ വീട്ടിലെത്താൻ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. അത് ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ ഒരു കാര്യങ്ങളായതുകൊണ്ട് തന്നെ ആ ഒരു നിലപാടിൽ തന്നെയാണ് എൻ്റെ ഭാര്യയും ഉമ്മയും ഒക്കെ എടുത്തിരുന്നത്. ഞാൻ വന്നിട്ട് മാത്രമേ ഭക്ഷണം കഴിക്കുന്ന എൻ്റെ ഭാര്യ കുറച്ച് ദിവസമായിട്ട് ഒരുപാട് മാറ്റം. ഞാൻ വരുമ്പോഴൊക്കെ അവൾ നല്ല ഉറക്കം പിടിച്ച് കാണും. പാവം ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി ഞാനും തന്നെ ശല്യം ചെയ്യില്ല. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബജീവിതം തന്നെയായിരുന്നു. അങ്ങനെയായിരുന്നു ഞാൻ വിശ്വസിച്ചത്. എന്നെ ചുറ്റുമുള്ളവർ എന്നെ ചതിക്കുന്നുണ്ടെന്ന കാര്യം പോലും ഞാൻ മറന്നുപോയിരുന്നു എന്ന് വേദനയോടുകൂടെ ഷിഹാബ് ഡോക്ടറുടെ മുമ്പിൽ വെളിപ്പെടുത്തി. അങ്ങനെ ഡോക്ടറെ, എല്ലാം തകിടം മറിഞ്ഞ ഒരു ദിവസം അന്ന് എൻ്റെ ഉമ്മ പെങ്ങളുടെ വീട്ടിലേക്ക് 2 ദിവസത്തിനെന്ന് പറഞ്ഞു പോയിരുന്നു. അന്നത്തെ ദിവസം കടയിൽ നിന്ന് ഉപ്പ ഒരു കൂട്ടുകാരൻ്റെ മകൻ്റെ കല്യാണമുണ്ട്, എനിക്ക് നേരത്തെ പോകണമെന്ന് പറഞ്ഞ് ഉപ്പ ഒരു 3 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. 5 മണിയായപ്പോൾ എനിക്കും തോന്നി, ഇനിയിപ്പോൾ വീട്ടിൽ ഷെമി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ഞാൻ നേരത്തെ പോയാലോ. ഇവിടെ എന്തായാലും ഇപ്പോൾ ഷോപ്പിൽ ആളിൻ്റെ ആവശ്യമില്ലെന്ന് മനസ്സിലാക്കി ഞാൻ അവളെ ഒന്ന് സന്തോഷിപ്പിക്കണം. അവളെയും മോനെയും കൂട്ടി പുറത്ത് പോകണം. ഇതുപോലൊരു ദിവസം ഇനി കിട്ടിയെന്ന് വരില്ല. ഇങ്ങനൊരു ഫ്രീ ദിവസമല്ലേ, ഇനിയിപ്പോൾ അവളെ കൂടെ പുറത്ത് പോവാം എന്ന് കരുതിക്കൊണ്ട് തന്നെ ഞാൻ അന്ന് സന്തോഷത്തോടു കൂടെയാണ് കാറിൻ്റെ കീയും എടുത്ത് വീട്ടിലേക്ക് എത്തിയത്. വീട് മുറ്റത്ത് ഉപ്പയുടെ ബൈക്ക് കിടക്കുന്ന കണ്ടപ്പോൾ, അല്ല ഉപ്പ പോയില്ലേ, ഉപ്പ എന്നോട് പോകുമെന്നാണല്ലോ പറഞ്ഞത് എന്നെല്ലാം ആലോചിച്ച് ഞാൻ അകത്തേക്ക് കയറി. ഡോറ് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് കരുതിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയതാ. മോൻ നല്ല ഉറക്കം, ഈ സമയത്ത് മോനെ ഉറങ്ങുന്നത് പതിവില്ലല്ലോ എന്നെല്ലാം കരുതി. അവൾ റൂമിലൊന്നും കാണുന്നില്ല, ബാത്റൂമിലായിരിക്കും. എന്നാൽ അവിടെയൊന്നും അവളെ കാണുന്നില്ല. ഉപ്പയുടെ റൂമിൽ നിന്ന് അടക്ക പിടിച്ച സംസാരം ചിരിയും കേട്ടപ്പോൾ ഞാൻ ആകെ ഭയന്നു പോയി. എൻ്റെ കൈയും കാലും തളർന്ന പോലെ. ഉമ്മ ഇവിടെയില്ല, പിന്നെ ആരാണ് റൂമിലെന്നും കരുതി ഞാൻ അവിടേക്ക് പോയപ്പോൾ അവളുടെ പൊട്ടിച്ചിരി
ചിരി കേൾക്കാമായിരുന്നു, ഉപ്പയുടെ തമാശയും. എന്താ ഇത്? എനിക്ക് വിശ്വസിക്കാവുന്നതിലപ്പുറമായിരുന്നു ആ കാഴ്ച. കുറേ സമയം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ തളർന്നിരുന്നു. കുറേ സമയം കഴിഞ്ഞപ്പോൾ ഡ്രസ്സുകളെല്ലാം നേരാക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന തൻ്റെ ഭാര്യയെ കണ്ട് ഞാൻ പൊട്ടിക്കരഞ്ഞോൾ കൂടെ അവിടെ നിന്നു. അവൾ എന്നെ കണ്ടതും ഒന്നും മിണ്ടാതെ തലക്കുനിച്ച് അകത്തേക്ക് പോകുന്നതും മനസ്സിലായി. തൻ്റെ ഉപ്പയും എന്നെ കണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അവരോട് രണ്ടുപേരോടും ഞാനൊരു കാര്യം ചോദിച്ചില്ല ഡോക്ടറെ. ചോദിക്കാനുള്ള ശക്തി എനിക്കില്ലായിരുന്നു. അവരെന്ത് മറുപടി പറയുമെന്ന ഒരു ശക്തിയും എനിക്കില്ല. ഇനി അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി എല്ലാം ഞാൻ അറിഞ്ഞെന്ന്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പതിവിലും നേരം വൈകിയാ പോയെന്നായി. ഇപ്പോൾ ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്. ലഹരിക്ക് അടിമയായി പോകുമോ എന്ന് പോലും എനിക്ക് ഭയമുണ്ട്. ഞാൻ ആദ്യമായിട്ട് മദ്യപിച്ചു ഡോക്ടറെ. അതും എൻ്റെ കൂട്ടുകാർ അത്രയും മനസ്സ് തകർന്നുകൊണ്ട് തന്നെയാണ് ഞാൻ മദ്യപിച്ച്. ഇന്നേ വരെ ഒരു ലഹരി വസ്തു പോലും ഉപയോഗിക്കാത്ത ആദ്യമായിട്ട് ഞാൻ മദ്യപിച്ചു. അതിൻ്റെ ഒരു കുറ്റബോധം എനിക്കുണ്ട്. എങ്ങനെ എനിക്കെൻ്റെ ഭാര്യയോ എൻ്റെ വാപ്പയോ എനിക്ക് നഷ്ടപ്പെടുത്താനാവില്ല ഡോക്ടറെ. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ആ മനുഷ്യൻ അവിടെ നിന്ന് പൊട്ടിക്കരയായിരുന്നു. സ്വന്തം ഭാര്യയാണ് ഉപ്പയുടെ കിടപ്പുമുറിയിൽ കണ്ടെത്തി. അതും നേരിട്ട് വന്ന് കണ്ട കാഴ്ച ആ ഒരു ഭർത്താവിനാണ് സഹിക്കാൻ കഴിയുക. അങ്ങനെ ആ ഡോക്ടർ പറഞ്ഞു, അവർ രണ്ടുപേരും ഈ ക്ലിനിക്കിൽ നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയുമോ? ഒടുവിൽ അവരോട് സംസാരിക്കാം എന്ന് തന്നെ കരുതി. അങ്ങനെ ഷിയാബിൻ്റെ ഭാര്യ ഷെമിയും വാപ്പയും അവിടെ എത്തി. വാപ്പയ്ക്ക് കാര്യം പറഞ്ഞപ്പോൾ മനസ്സിലായി തനിക്ക് തെറ്റ് പറ്റിയതാണെന്നും തൻ്റെ മകളെ സ്ഥാനത്ത് കാണേണ്ട മരുമകളെ താൻ ഈ ഒരു വഴിയിൽ കണ്ടതിൽ വളരെ കുറ്റബോധമുണ്ടെന്നും ഇനി അത് ആവർത്തിക്കില്ലെന്നും ഞാൻ വേണമെങ്കിൽ പുറത്തെവിടെയെങ്കിലും പോയിക്കോളാം, അല്ലെങ്കിൽ അവർ രണ്ടുപേരും വീട്ടിൽ നിന്ന് മാറി താമസിക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അയാൾ കുറച്ച് പക്വതയോടു കൂടെയാണ് പെരുമാറിയത്. എന്നാൽ ഷിയാബിൻ്റെ ഭാര്യ ഷെമിയോട് എത്രയൊക്കെ പറഞ്ഞിട്ടും തൻ്റെ ഭർത്താവിന് തൻ്റെ കാര്യങ്ങൾ നോക്കാൻ താല്പര്യമില്ലെന്നും അയാൾക്ക് എപ്പോഴും ബിസിനസ്സാണെന്ന് പറഞ്ഞ് അപ്പോഴെല്ലാം എൻ്റെ കൂടെ ഉണ്ടായത് ഉപ്പയാണെന്നും എനിക്ക് ഉപ്പയെ അങ്ങനെ മറക്കാൻ കഴിയില്ലെന്നും ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് കാണുന്നത് എൻ്റെ ഭർത്താവിൻ്റെ ഉപ്പയാണെന്ന കാര്യം തുറന്ന് പറഞ്ഞപ്പോൾ ഷിയാബ് നെഞ്ചു പൊട്ടുന്ന പോലെ തോന്നി. അവൻ അവൾക്ക് അരികിലേക്ക് വന്ന്, എപ്പോഴാടി നിനക്കൊരു കുറവ് വരുത്തിയിട്ടുള്ളത്? നീ എന്താവശ്യം പറഞ്ഞാലും ഞാൻ നിനക്ക് നൽകാറില്ലേ? അതൊക്കെ മാത്രം മതിയോ എൻ്റെ കൂടെ ചിലവഴിക്കാൻ നിങ്ങൾക്ക് സമയം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ എന്നും രാത്രി 11 മണിക്ക് ശേഷം വീട്ടിലെത്താറ്. അങ്ങനെ എൻ്റെ മനസ്സ് മരവിച്ചു പോയി. അവളുടെ വാക്കുകൾ കേട്ടതും ഷിയാബിൻ്റെ കൈ തരിക്കാൻ തുടങ്ങി. എടി, നിന്നെപ്പോലെ എത്രയോ സ്ത്രീകളുണ്ട്, അവരൊക്കെ ഇങ്ങനെയാണോ ചെയ്യുന്നത്? അവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അവളുടെ കൂസലില്ലാത്ത മറുപടി കേട്ട് ഷിയാബ് ആകെ നെട്ടിത്തരിച്ചിരുന്നു. അങ്ങനെ ഷിയാബ് വീണ്ടും അവളോട് കാല് പിടിക്കുന്ന പോലെ പറഞ്ഞു, നീ എൻ്റെ ഭാര്യയാണ്, എൻ്റെ കുട്ടിയുടെ ഉമ്മയാണ്, അതെൻ്റെ ഉപ്പയാണ്. തെറ്റ് മനസ്സിലാക്കി ഇതിൽ നിന്ന് പിന്മാറണം. മറ്റുള്ളവർ ആരും അറിയില്ല. നിന്നെങ്ങനെ വിട്ടുകളയാൻ എനിക്കാവില്ല. നീ പറഞ്ഞാൽ മതി, അതുപോലെ ഞാൻ മാറാം. എൻ്റെ ഭാഗത്തുനിന്ന് എന്ത് തെറ്റാണെന്ന് എനിക്കറിയില്ല. പക്ഷെ നിനക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിക്കുക. ഈ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ ഉപേക്ഷിക്കാം. എന്നാലും നീ മാറില്ല എന്നാണോ നീ പറയുന്നത് എന്ന് അവളോട് ചോദിച്ചപ്പോൾ അവളൊന്നും മിണ്ടാതെ തല താഴ്ത്തി. പിന്നെ മണിക്കൂറുകളോളം സമയമെടുത്ത് ഡോക്ടർ അവളോട് സംസാരിച്ച് മെല്ലെ അവളുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ നോക്കി. 5-6 മാസങ്ങൾ വേണ്ടി വന്നു ഷെമിയുടെ മനസ്സ് മാറിയെടുക്കാം. എന്നാൽ അതോടുകൂടെ ഉപ്പയുടെ അവസ്ഥ വളരെ മറ്റു മകൻ്റെ മുന്നിൽ നാണം കെട്ടു എന്നൊരു തോന്നൽ ഉപ്പയ്ക്കുണ്ടായിരുന്നു. അതോടുകൂടെ നമുക്ക് മാറി താമസിക്കാം, കുറച്ചു കാലം ഞാൻ ഗൾഫിൽ പോയി നിൽക്കട്ടെ എന്ന് ഉമ്മയോട് പറഞ്ഞപ്പോൾ, എന്താ ഈ ഒരു സമയത്ത് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ? ഇവിടെ നാട്ടിൽ തന്നെ നമുക്ക് ആവശ്യത്തിന് പണവും സ്വത്തുണ്ട്, പിന്നെ ഇപ്പം എന്തിനാ ഗൾഫിലേക്ക് പോകുന്നത്? ഈ ഒന്നും അറിയാത്ത പാവം ഉമ്മയുടെ മറുപടി കേട്ട് ഒടുവിൽ ആ ഉമ്മയോടും ആ ഉപ്പ മാപ്പ് പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ വിദേശത്തേക്ക് പോവാട്ടോ. ഒരിക്കലും ഭാര്യയുടെയും മരുമകളുടെയും മകൻ്റെയും മുഖത്ത് നോക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു. എന്നാൽ ഈ ഭാര്യയ്ക്ക് വളരെ ഒരു മാനസിക പ്രയാസം ഉണ്ടായിരുന്നു. ഉപ്പയുടെ പുറകെ പോവുകയും ഉപ്പയെ വീണ്ടും മെസ്സേജ് അയച്ച് നിങ്ങളില്ലാതെ എനിക്ക് പറ്റില്ലെന്നൊക്കെ പറഞ്ഞു വരിക. പക്ഷെ അവിടെ നിന്നൊക്കെ ഈ സൈക്കോളജിസ്റ്റായ ഡോക്ടർ അവരെ പിന്തിരിപ്പിക്കാണ്. ഇതെല്ലാം കണ്ടും കേട്ടു നിന്ന ഈ ഭർത്താവിൻ്റെ ഒരവസ്ഥ ഇപ്പോൾ ഒരു വിധത്തിൽ രണ്ടുപേരും കൂടെ എല്ലാ കാര്യത്തിലും ഒരു ചേർച്ച വന്നിട്ടുണ്ട്. ഇനി ഒരിക്കലും അവരുടെ ജീവിതത്തിൽ ഇതുപോലെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും. അപ്പോഴെല്ലാം റബ്ബിനോട് കബൂൽ ചെയ്ത് നമ്മുടെ അവസ്ഥ, നമ്മുടെ ഭർത്താവിൻ്റെ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കുക. അദ്ദേഹത്തിന് നമ്മോട് സ്നേഹം ഇല്ലാണ്ടാവില്ല. ചില സമയപരിമിതി മൂലം നമുക്ക് ചിലവഴിക്കാൻ സമയം ഉണ്ടാകും. അവരൊക്കെ കഷ്ടപ്പെടുന്ന നമുക്കും കുട്ടികൾക്കാണെന്നുള്ള ചിന്തയുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് മറ്റുള്ളവരാണുങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. ആ ഒരു ചിന്ത നമുക്ക് എപ്പോഴും വേണം. ഭാര്യയായും ഭർത്താവിനായും എല്ലാവരും റബ്ബ് ഇങ്ങനത്തെ ഒരു തെറ്റിൽ നിന്ന് കാത്ത് രക്ഷിക്കട്ടെ. നമ്മുടെ മക്കളെയൊക്കെ പലവിധ ലഹരിക്കൊക്കെ അടിമയാവുന്ന ഓരോരോ അവസ്ഥയിലേക്കാണ് നമ്മുടെ മക്കളൊക്കെ പോകുന്നത്. ആ ഒരു ഇതിൽ നിന്നൊക്കെ നമ്മളെ മക്കളെയൊക്കെ പഠിച്ച റബ്ബ് കാത്ത് രക്ഷിക്കട്ടെ. ദൂരേക്കൊക്കെ പഠിക്കാൻ പറഞ്ഞു വിടാനൊക്കെ നമുക്കൊക്കെ പേടിയാണ്. കുട്ടികളൊക്കെ പലതാണ് നമ്മൾ ഈ കേൾക്കുന്നത്. അതിൽ നിന്നെല്ലാം അള്ളാഹു അവരൊക്കെ രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.